പോയിട്ട് വരട്ടെ. വി എസ് രഞ്ജിത്ത്, ഇപ്പോൾ സജീഷ് പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തു വരാനുള്ള സാധ്യതയാണോ നമ്മൾ കാണുന്നത്? കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ സ്ഥാനാർത്ഥികൾ അതാത് മണ്ഡലങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ അതാത് ജില്ലാ അധ്യക്ഷന്മാർക്കൊപ്പം ഏകോപിപ്പിക്കുകയും അവരുടെ സാന്നിധ്യം ആ വാർഡുകൾ തോറും ഉറപ്പാക്കുകയുമല്ലേ BJP തന്ത്രം? ഡോക്ടർ അരുൺ, ഇത് ഒരു പ്രഖ്യാപനമായി, ഒരു പരസ്യമായി, ഡിക്ലറേഷനായി സ്ഥാനാർത്ഥി പട്ടിക വരാനുള്ള സാധ്യതയില്ല. പക്ഷേ ഈ സ്ഥാനാർത്ഥി പട്ടിക കേന്ദ്രത്തിന്റെ അംഗീകാരത്തിന് കൊടുത്ത് അവിടുത്തെ പാർലമെന്ററി ബോർഡിന്റെ അംഗീകാരം, ഈ ഔപചാരികമായിട്ടുള്ള പ്രക്രിയകൾക്കപ്പുറത്തേക്ക് സ്ഥാനാർത്ഥികളെ നേരത്തെ കൂട്ടി നിശ്ചയിച്ച് അവരെ നേരിട്ട് അറിയിക്കുക എന്നുള്ളതാണ്. ആരാണോ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയെ അറിയിച്ച് അവരുടെ പ്രവർത്തന മേഖല ആ മണ്ഡലത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ BJP തീരുമാനിച്ചിട്ടുള്ളത്. അതൊരു പ്രഖ്യാപനത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. പ്രഖ്യാപനം സ്വാഭാവികമായിട്ടും ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്ന ശേഷം മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട തീരുമാനം നേരത്തെ എടുക്കുകയും ആ നേരത്തെ എടുത്ത മണ്ഡലങ്ങളിൽ അവിടെ സ്ഥാനാർത്ഥികൾക്ക് നേരത്തെ പോയി പ്രവർത്തിക്കാനും അവിടുത്തെ കമ്മിറ്റികളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും ജനങ്ങൾക്കിടയിൽ പുതിയ സ്ട്രാറ്റജികൾ രൂപപ്പെടുത്തി പ്രവർത്തിക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്തിട്ടുള്ളത് BJP ഈ 5 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ BJP 30 ജില്ലകളുണ്ട്. ഈ 30 ജില്ലകൾ അടങ്ങുന്ന 5 മേഖലകളുണ്ട്. 5 മേഖലകളുടെയും ചുമതല ഓരോ പ്രധാനപ്പെട്ട ഉപാധ്യക്ഷന്മാർക്കും ജനറൽ സെക്രട്ടറിമാർക്കും കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെയാണ് ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് ആ സ്ഥാനാർത്ഥികൾ അവിടേക്ക് നേരിട്ട് പോയി പ്രവർത്തനം ആരംഭിക്കുക എന്നുള്ളത്. അതൊരിക്കലും ഒരു ഡിക്ലറേഷൻ രൂപത്തിലേക്ക്, പരസ്യ പ്രഖ്യാപനത്തിൻ്റെ രീതിയിലേക്ക് പോയില്ല. അത് അവരെ നേരിട്ട് അറിയിക്കും. അവരുടൻ തന്നെ, എനിക്ക് തോന്നുന്നു ഈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ നേരിട്ട് സ്ഥാനാർത്ഥികളെ വിവരം അറിയിച്ച് ആ സ്ഥാനാർത്ഥികളെ ഈ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കും. അത് ഒരു പക്ഷേ ഈ 50 എന്നതിനേക്കാൾ പരമാവധി മണ്ഡലങ്ങളിൽ എന്നുള്ളതായിരിക്കും. ഇപ്പോൾ കോഴിക്കോട് ഒക്കെ ആണെങ്കിൽ കോഴിക്കോടൊന്നും ജയസാധ്യതയുള്ള മണ്ഡലങ്ങളില്ല. പക്ഷേ BJP ചില പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന മണ്ഡലമുണ്ട്. അത്തരത്തിലുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ അത്തരം സ്ഥാനാർത്ഥികളെ കണ്ടെത്തി, ഇപ്പോൾ കുന്ദമംഗലം പോലെ അല്ലെങ്കിൽ കോഴിക്കോട് സൗത്ത് പോലെ നോർത്ത് പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ അങ്ങനെ സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ തീരുമാനിക്കാനും അവരോട് ഈ വിവരങ്ങൾ പറയാനും അവർക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കാനുമായിരിക്കും BJP തീരുമാനിക്കുക. താങ്ക് യു വി എസ് രഞ്ജിത്ത്. പിയാസുനിൽ ഒരിക്കൽ കൂടി. പിയാസുനിൽ, മറ്റു സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ തവണ വിജയിച്ചു കയറിയ പല സംസ്ഥാനങ്ങളിലെ പല മണ്ഡലങ്ങളിലും BJP ഇതേ തന്ത്രം പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അതായത് ആ മണ്ഡലങ്ങളിലോ സംസ്ഥാനത്തോ അത്ര പരിചയമല്ലാത്ത ഫേസുകൾ, ഇപ്പോൾ അനൂപ് ആന്റണിയെ പെട്ടെന്ന് കൊണ്ടുവന്ന് തിരുവല്ലയിൽ നിർത്തിയാൽ ഒരുപക്ഷെ അത് തിരിച്ചടിക്കുള്ള സാധ്യത. കഴിഞ്ഞ തവണ മത്സരിച്ചുവെങ്കിൽ പോലും. അതേപോലെ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ലോക്സഭയിൽ മത്സരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നേരത്തെ തന്നെ ആ മണ്ഡലത്തിൽ പ്രവർത്തനം തുടങ്ങുക. വട്ടിയൂർക്കാവിൽ പത്മജയെ നേരത്തെ നിർത്തിയ മണ്ഡലം കൂടുതൽ പരിചയമാക്കേണ്ടതുണ്ട്. പേരിൻ്റെ അപ്പുറത്തേക്കുള്ള പ്രവർത്തനം വാർഡുകൾ തോറും നടത്താൻ സ്ഥാനാർത്ഥികൾക്ക് അവസരം ഒരുക്കുന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ BJP വിജയിച്ചു പരീക്ഷിച്ച ഒരു തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയല്ലേ പിയാസുനിൽ? അരുൺ, തീർച്ചയായും നമുക്കറിയാം, ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് BJP അവിടുത്തെ ഗ്രാമങ്ങളിലൊക്കെ തന്നെ വലിയ നീക്കം നടത്തിയിരുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ ദളിത് കുടുംബങ്ങളിലൊക്കെ പോയി BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഭക്ഷണം കഴിക്കുന്നതൊക്കെ തന്നെ വലിയ ചർച്ചയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഗ്രൗണ്ട് ലെവലിൽ ആന്ധ്രാപ്രദേശിലടക്കം നടത്തിയിട്ടുള്ള ആ നീക്കങ്ങളുടെ ഒരു പ്രതിഫലനം ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ആ സംസ്ഥാനം TDPയുടെ പിന്തുണയോടുകൂടി BJPക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ BJP സമാനമായ നീക്കം നടത്തിയിട്ടുണ്ട്. അവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ തന്നെ BJP മാറ്റിമറിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ BJP സമാനമായ രീതിയിൽ അവിടെ നീക്കങ്ങൾ വളരെ ശക്തമാക്കിയിട്ടുണ്ട്. കേരളം മാത്രമാണ് അപ്പോഴും BJPക്ക് കടന്നു കയറാൻ കഴിയാത്ത ഒരു സംസ്ഥാനമായി തുടർന്നത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയം മാത്രമല്ല, തിരുവനന്തപുരത്തെ 2 മണ്ഡലങ്ങളിലടക്കം, നിയമസഭാ മണ്ഡലങ്ങളിലടക്കം BJP ഉണ്ടാക്കിയിട്ടുള്ള 2-ലധികം മണ്ഡലങ്ങളിലടക്കം BJP ഉണ്ടാക്കിയിട്ടുള്ള വലിയ മുന്നേറ്റം, ഇതൊക്കെ തന്നെ BJPയുടെ പ്രതീക്ഷ കൂട്ടുകയാണ്. അപ്പോൾ കേരളത്തിൽ ഒന്ന് ആഞ്ഞു ശ്രമിച്ചാൽ, ഒന്ന് ഉണർന്ന് ശ്രമിച്ചാൽ ഒരുപക്ഷെ BJPക്ക് കൂടുതൽ സീറ്റുകൾ, ഒരുപക്ഷെ 10-ൽ കൂടുതൽ സീറ്റുകൾ വരെ കിട്ടാനുള്ള സാധ്യത BJP ദേശീയ നേതൃത്വം കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റല്ല, അക്കൗണ്ട് തുറക്കുകയല്ല, 10-ൽ കൂടുതൽ സീറ്റ്, 2 അക്കത്തിലുള്ള സീറ്റുകൾ പിടിക്കുക എന്നൊരു വലിയ ലക്ഷ്യവുമായാണ് BJP മുന്നോട്ട് പോകുന്നത്. അതാണ് നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയ സൂചന എന്നത്. 15% വോട്ടുകൾ പിടിക്കാനായാൽ, കൂടുതൽ പിടിക്കാനായാൽ സംസ്ഥാനം ഭരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് BJP വളരും എന്നത്. പക്ഷേ 15% വോട്ട് BJPക്ക് കേരളത്തിൽ
കൂടുതൽ പിടിക്കാൻ കഴിയില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് എന്ന കാര്യം രാഷ്ട്രീയമായി വളരെ വ്യക്തമാണ്. പക്ഷേ എങ്കിൽ പോലും 5% വോട്ട് കൂടുതൽ പിടിക്കാനായാൽ കേരളത്തിൽ അത് വലിയ ചലനമായിരിക്കും BJP-യെ സംബന്ധിച്ചുണ്ടാക്കുക. പ്രത്യേകിച്ച് ഈ ഒരു 10-ലധികം സീറ്റുകൾ BJP മുന്നോട്ട് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഒരുപക്ഷെ തൃശ്ശൂരിലൊന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് കിട്ടിയതുപോലുള്ള ഒരു പിന്തുണ BJP-ക്ക് കിട്ടണമെന്നില്ല. പക്ഷേ മറ്റ് മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഈ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നേമത്തും വട്ടിയൂർക്കാവിലും അടക്കമുള്ള പ്രദേശങ്ങളിൽ ആറ്റിങ്ങൽ മേഖലയിലൊക്കെ തന്നെ ഒരുപക്ഷെ BJP-ക്ക് പിടിച്ചു കയറാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് BJP ദേശീയ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലൊരാളെ BJP സംസ്ഥാന അധ്യക്ഷനാക്കുന്നതും അവിടെ വലിയ പുതിയൊരു ടീമിനെയൊക്കെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയൊരു നീക്കം BJP കേരളത്തിൽ നടത്തുന്നത്. അപ്പോൾ വളരെ നേരത്തെ ഈ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ പ്രവർത്തനം ശക്തമാക്കിയാൽ കേരളത്തിൽ BJP-ക്ക് വേരുകൾ ഉറപ്പിക്കാനാകും, കൂടുതൽ സീറ്റുകൾ പിടിക്കാനാകും എന്നതാണ് BJP-യുടെ പ്രതീക്ഷ. ആ ഒരു നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പ്രഖ്യാപനമല്ല, സ്ഥാനാർത്ഥികളെ അറിയിച്ചുകൊണ്ട് അവിടെ കളത്തിലിറക്കിക്കൊണ്ട് പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന്റെ സുനിൽ, സജീഷ്, ജെയ്സൺ ചാവളപ്പിൽ, VS രഞ്ജിത്ത്, ഒപ്പം ആദിൽ പാലോട്. അങ്ങനെ ഒരു മുഴം മുമ്പേ എറിയുകയാണ് BJP. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയ സ്ഥാനാർത്ഥികളുടെ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ BJP ആവശ്യപ്പെടും എന്നുള്ളതാണ്. 50 മണ്ഡലങ്ങളിലാണ് ഇങ്ങനെ BJP നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് പ്രചരണത്തിനായി രംഗത്തിറക്കാൻ പോകുന്നത്. ഒരു മുഴം മുമ്പേ, ഒരു മുഴമല്ല 6-7 മാസം മുമ്പേ തന്നെ BJP എറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് തിരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. രാഷ്ട്രീയ ചർച്ചകളാൽ സജീവമാകും കേരളം എന്ന കാര്യത്തിൽ സംശയമില്ല. റിപ്പോർട്ടിൽ നിങ്ങൾ തുടരുക. ദ കംപ്ലീറ്റ് ഇലക്ഷൻ ചാനൽ 2026 തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ രാഷ്ട്രീയ നീക്കം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. BJP 50 മണ്ഡലങ്ങളിൽ നേരത്തെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് ആ പ്രചരണത്തിന് തുടക്കം കുറിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുന്നത്.